സുഹൃത്തായിട്ടിന് ഞാൻ ഈ ജീൻസ് ടോപ്പ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഞാൻ ഈ ചുരിദാർ ഇടുന്നതാണ്. ഇതിനിടയിൽ സുഹൃത്തായിട്ട് എനിക്ക് 2 ചുരിദാർ എടുത്തിട്ടുണ്ടായിനെ. അപ്പൊ ഇന്ന് ഞാനും സുഹൃത്താട്ടനും അതിന്റെ പാന്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ എന്റെ പാന്റെല്ലാം എടുത്തതിന് ശേഷമാണ് ഈ ഒരു ഷർട്ട് എന്റെ കണ്ണിൽ പെട്ടത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിനി. സുഹൃത്താട്ടൻ ഇട്ടപ്പം നല്ല ചേർച്ച ഉണ്ടായിനി. അങ്ങനെ ആ ഒരു ഷർട്ട് കൂടി എടുത്തു. ഷർട്ടെല്ലാം എടുത്തതിന് ശേഷം എനിക്കൊന്ന് ഫാൻസിയിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിനി. അങ്ങനെ ഫാൻസിയിൽ പോയി വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചു. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ ഹസ്ബൻഡിനും അവരുടെ വൈഫ് ഒന്നിക്കൽ ചുരിദാർ സാരി ഇതുപോലത്തെ ഡ്രസ്സ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. നിങ്ങളെ ഹസ്ബൻഡ് ഇങ്ങനെയാണെന്നുള്ളത് കമന്റ് ചെയ്യണേ. സുഹൃത്തായിട്ട് ഞാൻ ഈ ചുരിദാറും സാരിയിലും എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വേണ്ട സാധനങ്ങൾ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ചെറുതായിട്ട് മഴ പിടിച്ചിട്ടുണ്ടായിനെ. മഴ വരുന്നതിന് മുപ്പട്ടേ വീട്ടിലേക്ക് എത്താന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്പീഡിലാണ് വണ്ടി വിടുന്നത്. പക്ഷെ മഴ നമ്മളെ വീട്ടിലേക്ക് എത്താൻ സമ്മതിക്കുന്നു തോന്നുന്നില്ല. കുറച്ച് പകുതി എത്തിയപ്പോഴേക്ക് തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിനി. അങ്ങനെ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് ഒരു കടയിൽ കയറി നിന്നു. കുറെ നേരം ആടെ നിന്നിട്ട് മഴ കുറയുന്ന മട്ടില്ല. നേരെ പോയി കടയുടെ മുന്നിൽ തന്നെ നിർത്തിയോണ്ട് തന്നെ കടയിൽ പോയി ലേസ് ഐസ് ഇതുപോലത്തെ സാധനം എല്ലാം കഴിച്ചിട്ട് സമയം കൂട്ടി. അപ്പോഴേക്കന്നെ ഒരു ഉച്ചയായിട്ടുണ്ടായിനി. അങ്ങനെ കുറച്ചൊന്നും മഴ കുറഞ്ഞപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ നേരെ വീട്ടിലെത്തിയാടും അപ്പുറം വെല്ലച്ചന്റെ വീട്ടിൽ നിന്ന് ഒരാൾ എന്നെ മണീന്ന് വിളിക്കുന്നുണ്ട്. ത്രിതു ഇത്ര നാളെ ത്രിതുവിന്റെ അമ്മയുടെ വീട്ടിലാണ് ഉണ്ടായത്. അപ്പൊ ഇന്ന് രാവിലെ അവനോന്റെ അച്ഛന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നെ കണ്ടാടോൻ എന്റെ ബാഗ് ഫുള്ള് തപ്പി അതിലോന് തിന്നാൻ വേണ്ടിട്ട് മുട്ടായി ഉണ്ടോന്ന്. എനിക്കാണെങ്കിൽ ത്രിതു ഇവിടെ ഇല്ല കാര്യം അറിയില്ല. അങ്ങനെ ത്രിതുവിനെയും കൂട്ടിട്ട് ഞാനും സുഹൃത്താട്ടനും നേരെ കടയിലേക്ക് വിട്ടു. ആദ്യമൊന്നും ത്രിതു സുഹൃത്താട്ടന്റെ അടുത്ത് അത്ര അടുക്കുന്നേ ഉണ്ടായിട്ടാ. പിന്നെ അവൻ മെല്ലെ മിണ്ടി കമ്പനി ആയിട്ടുണ്ട്. വണ്ടിയുടെ കാറ്റടിച്ചാടും ത്രിതു ഉറക്കം തൂങ്ങിയിട്ടുണ്ടായിനി. അങ്ങനെ നേരെ കടയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവന് വേണ്ട മുട്ടായിയെല്ലാം കിട്ടിയപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. വീട്ടിലെത്തുന്നവരെ മുട്ടായി മണി പഠിക്കാന്ന് പറഞ്ഞപ്പോഴേക്കും ഓനത് എന്റെ കൈമ തന്നിട്ടേ ഇല്ല. ഓന് ഭയങ്കര പേടി ഞാനതെടുത്ത് കഴിക്കുമെന്ന്. അങ്ങനെ മുട്ടായും പിടിച്ചുകൊണ്ട് ഇതാ നടുക്കിയിരുന്നിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ടൊക്കെ എത്തിയപ്പോഴേക്കും വണ്ടിയുടെ കാറ്റടിച്ചപ്പോൾ വീണ്ടും ഓൻ ഉറക്കം വന്നു. അങ്ങനെ മുട്ടായിയെല്ലാം എന്റെ കൈമ തന്നിട്ട് കുറച്ചേരം എന്റെ മേത്ത് പറ്റി കിടന്നു. വീട്ടിലേക്ക് വേറെ വഴിയില്ലെന്നുള്ള കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് വേറെ വഴിയുണ്ട്, പക്ഷെ അടലം ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയില്ലേ.